അതുണ്ടല്ലോ പണ്ടൊക്കെ സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ പോവുക വരിക, സ്കൂളിൽ പോവുക വരിക, കൂടിപ്പോയാൽ ഒരു ഉച്ചക്കഞ്ഞിക്ക് പേര് കൊടുക്കലുണ്ട്. അതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ. പക്ഷേ ഇന്ന് അങ്ങനെയല്ലല്ലോ. സ്കൂൾ തുറക്കുന്നതിന് മുന്നേ തുടങ്ങി ഞങ്ങൾ ആധാർ ശരിയാക്കാനും അതിനും ഇതിനൊക്കെ ആയിട്ട് അക്ഷയ കേന്ദ്രത്തിലാണ്. സ്കൂൾ തുറന്നിട്ട് ഉടനെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ അപ്ഡേഷന് കൊടുക്കും റിജക്ഷൻ ആവും, അപ്ഡേഷന് കൊടുക്കും റിജക്ഷൻ ആവും. ഇത് തന്നെ പരിപാടിയാണ് കേട്ടോ. പിന്നെ ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, സ്കോളർഷിപ്പ്, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓട്ടത്തിലായിരുന്നു. അപ്പോൾ അതിപ്പോഴും കഴിയാത്തതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ പിള്ളേരെയും കൂടി നിർത്തി നമുക്ക് ബാങ്കിലും പോകാനുണ്ടായിരുന്നു. ഇവർക്ക് അക്കൗണ്ട് തുടങ്ങണമല്ലോ. അപ്പോൾ ജോയിൻറ്റ് അക്കൗണ്ടായിട്ട് തുടങ്ങേണ്ടത് കൊണ്ട് നമ്മൾ ബാങ്കിലൊക്കെ പോയി അതിന് വേണ്ടിയിട്ട് പോയി അക്ഷയ കേന്ദ്രത്തിലിരിക്കുന്ന ഇരിപ്പാട്ടോ ഈ കാണുന്നത്. അവിടെ പോയിരുന്ന് കുറേ നേരം ഇരുന്നിട്ട് ഇതൊക്കെ മുഷിയുമല്ലോ. പിന്നെ വിശന്ന് കഴിഞ്ഞപ്പോഴേക്കും ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എമ്മിക്കുട്ടിക്കൊരു ജ്യൂസും നമ്മുടെ റെബേക്ക മോൾക്കൊരു മിൽക്കി ബാറും മതി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇനി അടുത്ത പോക്ക് ബാങ്കിലേക്കാണ് കേട്ടോ. കാനറ ബാങ്കിലെ സ്റ്റുഡൻസിന് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് 0 ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ എഴുപതിലുള്ള കാനറ ബാങ്കിലാണ് പോയത് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പല ബാങ്കുകളിലും പോയെങ്കിലും അവിടെയൊക്കെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ട് മാത്രമേ നമ്മൾക്ക് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ കാനറ ബാങ്കിലേക്ക് പോയത്. അവിടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവിടെ ചെന്നു, ആപ്ലിക്കേഷനൊക്കെ നേരത്തെ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായിരുന്നു. എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു, ഫോട്ടോ എല്ലാം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേരുടെ ഫോട്ടോയുടെ കൂടെ ഡോപ്പയുടെ ഫോട്ടോയോ അവർ ആദ്യം ഒട്ടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അവിടെ ചെന്നപ്പോഴാണ് 10 വയസ്സിന് മുകളിലുള്ള ആളാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ജോയിൻ്റ് അക്കൗണ്ട് വേണ്ട, അവർക്ക് ഇൻഡിവിജ്വലായിട്ട് തന്നെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ എമ്മിക്കുട്ടിക്ക് മാത്രം ജോയിൻ്റ് അക്കൗണ്ട് മതിയായിരുന്നു. അങ്ങനെ ബാങ്കിൽ പോയി. അപ്പോൾ എമ്മിക്കുട്ടി പറയണം ആദ്യമായിട്ടാണ് ജീവിതത്തിൽ എമ്മിക്കുട്ടി ബാങ്കിൽ പോകുന്നത് കേട്ടോ. അങ്ങനെ എമ്മിക്കുട്ടിയൊന്നും വരാറില്ലല്ലോ. അപ്പോൾ എമ്മിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ ഇരുന്നിട്ട് ആളുടെ അംബീഷൻ തന്നെ മാറി. എനിക്ക് ഇതുപോലെ ബാങ്കിലിരുന്ന് ജോലി ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു ആലപ്പുഴയിൽ. അപ്പം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നേരിയൊരു മഴ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെയൊക്കെ മഴ പെയ്തെങ്കിലും നമ്മൾ ഇറങ്ങുന്നിടത്ത് മഴ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ചേച്ചിയുടെ തന്നെയാണ് അവിടെ നമ്മുടെ സോളാറിൻ്റെയൊക്കെ ഹോൾസെയിലാണ്. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അവിടെ നമുക്ക് വളരെ സബ്സിഡിയോടുകൂടിയൊക്കെ തന്നെ സോളാർ ചെയ്യാൻ പറ്റും. അപ്പം നാളെ കാണാം. അതുവരേക്കും ബൈ.